ആരോഗ്യവകുപ്പ് കെ ശൈലജ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഇത്രയും വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനേക്കാളും വ്യത്യസ്തമായിരുന്നു. ആരോഗ്യ മേഖലയെ പറ്റി ഒന്നും അറിയാത്ത ഒരു മന്ത്രിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും നിയമിച്ചത്. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ മൊത്തത്തിൽ പാളിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വീണ ജോർജ് വന്നതോടുകൂടി ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി. കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് PR തന്ത്രങ്ങൾ പറയുമ്പോഴും ജനം കാണിച്ചു കൊടുത്തു, മാഡം ആരോഗ്യ മേഖല ഒന്നാം സ്ഥാനത്തല്ല, ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ ഓരോ ജില്ലകളിലും കെട്ടിപ്പൊക്കിയത്. ഓരോ ജില്ലകളിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ പോലെ സർക്കാർ ആശുപത്രികൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോഴും അവിടെ ഒന്നും പ്രവർത്തനങ്ങളേ ഇല്ല. അവിടെ താഴിട്ട് പൂട്ടുന്ന ഒരു അവസ്ഥയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. ഇനി ഡോക്ടറെ കാണാൻ വേണ്ടി പോയാലോ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും. ഓരോ കാലഘട്ടങ്ങൾ മാറുന്നു, ഓരോ സാങ്കേതിക മികവ് വലിയ രീതിയിലേക്ക് വരുന്നു, ഓരോ ടെക്നോളജി വികസിപ്പിക്കുമ്പോഴും ഓരോ ടെക്നോളജി വലിയ രീതിയിൽ വികസിച്ചു വരുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ഇന്നും ടോക്കൺ എടുക്കാനായിട്ട് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. മൊബൈൽ സംവിധാനം കൊണ്ടുവന്നു, ഓൺലൈനായിട്ട് കൊണ്ടുവന്നാലും അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഫാർമസിയിൽ ചെല്ലുമ്പോൾ സാധാരണ പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന 2 രൂപ കൊടുത്തും അല്ലെങ്കിൽ 3 രൂപ കൊടുത്തും കിട്ടുന്ന ചെറിയ പാരസെറ്റമോൾ ഗുളികൾ മാത്രമേ ഫാർമസിയിൽ കിട്ടുകയുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കാനാണ് ഫാർമസിയിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അപ്പോൾ എന്തിനാണ് സർക്കാർ ആശുപത്രി എന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നു. എന്തെങ്കിലും ഒരു അസുഖവുമായി ചെന്ന് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ തന്നെ ഡോക്ടർമാർ കുറച്ച് മരുന്നിന്റെ പേരെഴുതി അടുത്ത ആൾ വരട്ടെ എന്ന് പറയുന്നു. അവരുടെ കഴുത്തിൽ ഈ സെലസ്കോപ്പ് തൂക്കി വെച്ചത് വെറും ഒരു ഫാഷന് വേണ്ടിയാണോ എന്ന് ജനങ്ങൾ വരെ ചോദിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി. അവസാനം ആശുപത്രിയിലെ, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു പേഷ്യന്റിന് അതീവ ഗുരുതരമായ ഒരു അവസ്ഥ വരുമ്പോൾ നേരെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് സകല ഡോക്ടർമാരും, സകല ആശുപത്രി, അതായത് താലൂക്ക് ആശുപത്രിയിൽ നിന്നൊക്കെ ഡോക്ടർമാർ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാർ ഒഴുകിയെത്തുന്നത് മെഡിക്കൽ ആശുപത്രിയിലാണ്. അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഹാരിസ് ടറക്കൽ വരെ സഹി കെട്ടി വിളിച്ചു പറഞ്ഞു, ഈ സിസ്റ്റം തകർന്ന് തരിപ്പണമായി സർ, നിങ്ങളുടെ കപ്പൽ മുങ്ങുകയാണ് മാഡം ആരോഗ്യമന്ത്രി എന്ന് ഹാരിസ് വരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഹാരിസിനെതിരെ പ്രതികാര നടപടി എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയപ്പോൾ അവിടെയാണ് ഈ ഡോക്ടർമാരുടെ സംഘടനയെ കൊണ്ട് ഒരു ഉപകാരമുണ്ടായത്. അവർ പ്രതിഷേധമായി ഇറങ്ങിയതോടുകൂടിയാണ് ഹാരിസിന്റെ സസ്പെൻഷൻ വരെ ഒന്ന് പിടിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അങ്ങനെ ഹാരിസ് പറഞ്ഞ കാര്യം മാധ്യമങ്ങളടക്കം കൃത്യമായി തന്നെ അതൊന്ന് ചെകഞ്ഞ് പരിശോധിച്ചു. രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചെകഞ്ഞ് പരിശോധിച്ചു. ആരോഗ്യ മേഖല ഉള്ളവരൊക്കെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. ഇന്നും ഒരു രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നും ഒരു രോഗിയെ കിടക്കണമെങ്കിൽ തറയിലാണ് അവർ പാവിരിച്ച് കിടക്കുന്നത്. അങ്ങനെ ഒരു ഗതികെട്ട ഒരു സിസ്റ്റത്തിലേക്ക് കേരളം പോകുമ്പോഴാണ് ആരോഗ്യ മേഖല ഒന്നാം സ്ഥാനത്താണെന്ന് വീണ ജോർജ് വീമ്പളക്കിയത്. അതിന്റെ 8ന്റെ പണി ആറന്മുളയിൽ തന്നെ, വീണയുടെ മണ്ഡലത്തിൽ തന്നെ ജനങ്ങൾ കൊടുത്തു. അതായത് ആറന്മുള മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന് സ്വന്തം ബൂത്തിൽ പോലും മുന്നിലെത്താൻ സാധിച്ചില്ല എന്നത് ഒരു നാണം കെട്ട കാര്യമാണ്. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി വീണ ജോർജിന്റെ ബൂത്തിൽ 53 വോട്ടിന്റെ ലീഡാണ് സ്വന്തമാക്കിയത്. പത്തനംതിട്ട നഗരസഭയിലെ 4ാം വാർഡിലുള്ള ആനപ്പാറ ഗവൺമെന്റ് LP സ്കൂളിലെ 262ാം ബൂത്തിലാണ് വീണ ജോർജ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇവിടെ അബിൻ വർക്കിക്ക് 427 വോട്ടും വീണ ജോർജിന് 374 വോട്ടും ലഭിച്ചു. BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 19 വോട്ടുകൾ നേടി. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അബിൻ വർക്കി നേടിയ വിജയം രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. 18,985 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അബിൻ വർക്കി വിജയിച്ചത്. അബിൻ വർക്കി ആകെ 70,083 വോട്ടുകൾ നേടിയപ്പോൾ വീണ ജോർജിന് ലഭിച്ചത് 51,098 വോട്ടുകളാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDFന് വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. 108 സീറ്റാണ് UDF നേടിയത്. ഇടതുപക്ഷം 35 സീറ്റുകളിലായി ചുരുങ്ങി. BJP 3 സീറ്റുകളുമായി അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. കഴക്കൂട്ടം, ചാത്തന്നൂർ, നേമം എന്നീവിടങ്ങളിലാണ് BJPക്ക് ജയമുണ്ടായത്. വലിയ തിരിച്ചടി ഇടതുപക്ഷം നേരിട്ടു. 13 മന്ത്രിമാർ രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് പരാജയപ്പെട്ടു. മുന്നണിയിലെ പ്രബല കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ നാണക്കേടാണ്. പാലയിൽ ജോസ് കെ മാണിയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും തോറ്റു തിന്നമ്പാടി. CPMന്റെ ഉരുക്ക് കോട്ടകളായ തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും ഇടത് സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ചെയ്തു. ബന്ധുക്കളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി വീണ ജോർജ് മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ വീണയെ കുരുതി കൊടുത്തതാണ് CPM. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വീണയുടെ ഭർത്താവ് തന്നെ CPMനോട് പറഞ്ഞത് വീണയെ മത്സരിപ്പിക്കരുതെന്ന്. പക്ഷേ ഭർത്താവിന്റെ വാക്ക് ഭാര്യ കേട്ടില്ല. പത്തനംതിട്ടയിൽ CPM സഖാക്കന്മാർക്ക് അറിയാമായിരുന്നു ശബരിമല പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന്. ആറന്മുളയിൽ നിന്ന്
ജനവിധി തേടിയ വീണ ജോർജിന് വേണമെങ്കിൽ ഈ ശബരിമല ഈ കൊള്ള, അതായത് ജനങ്ങളോടൊപ്പം നിൽക്കാമായിരുന്നു. അതായത് ശബരിമലയിൽ കൊള്ള നടന്നുവെന്നും അതിന് ഉത്തരവാദികളായ CPM സഖാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് വീണ പറഞ്ഞിരുന്നുവെങ്കിൽ വീണ ഇന്ന് ചിലപ്പോൾ നിയമസഭയിൽ MLA ആയിട്ട് ഇരിക്കുമായിരുന്നു.